ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫീന സ്റ്റഡി റൂം. അപ്പോൾ നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കാൻ പോകുന്നത്. 66/2024 ആണ് കേട്ടോ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ്. നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ സൈനിക സഹായ വ്യവസ്ഥയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏവ? അപ്പം അതിൽ 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. നമുക്ക് നോക്കാം. സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജാവ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു സ്ഥിരം സൈന്യത്തെ നിലനിർത്തണം. സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന നാട്ടുരാജ്യം ഒരു ബ്രിട്ടീഷ് റെസിഡൻറ്റിനെ തലസ്ഥാനത്ത് നിലനിർത്തണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ 2ാം ലോക മഹായുദ്ധത്തിൽ സഖ്യത്തിൽ പെടാത്തവ ഏതാണെന്നാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. അപ്പം സഖ്യത്തിൽ ഉൾപ്പെടുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിൽ ഉൾപ്പെടാത്തത് 1ഉം 3ഉം ആണ്. അപ്പം ജപ്പാനും ജർമ്മനിയുമാണ് ഉൾപ്പെടാത്തത്. അപ്പോൾ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? ഇംഗ്ലണ്ടും ഫ്രാൻസുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന വിവരണങ്ങളിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ ആരംഭിച്ച ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടാത്തവ ഏവ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ബംഗാൾ ദേശീയ സർവകലാശാല, ജാമിയ മിലിയ ഡൽഹി സർവകലാശാല, ശാന്തിനികേതൻ. അപ്പോൾ 3ഉം 4ഉമാണ് അതിൽ ഉൾപ്പെടാത്തവ കേട്ടോ. അപ്പം ഡൽഹി സർവകലാശാലയും ശാന്തിനികേതനുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന വിവരണങ്ങളിൽ തമിഴ് സംഘകാലഘട്ടത്തിലെ രാജവംശങ്ങളിൽ ഉൾപ്പെടാത്തവ ഏവ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. താഴെ കൊടുത്തിരിക്കുന്ന വിവരണങ്ങളിൽ തമിഴ് സംഘകാലഘട്ടത്തിലെ രാജവംശങ്ങളിൽ ഉൾപ്പെടാത്തവ ഏവ? 2ഉം 3ഉമാണ് ഉൾപ്പെടാത്തത്. അപ്പോൾ മൂഷക രാജവംശവും അതുപോലെ തന്നെ ആയ് രാജവംശവുമാണ് ഉൾപ്പെടാത്തവ. ഇനി താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ റഷ്യൻ വിപ്ലവത്തിൽ ഉൾപ്പെടാതിരുന്ന പ്രസ്ഥാനങ്ങൾ ഏവ? അപ്പം എല്ലാം ചോദിച്ചിട്ടുള്ളത് ഉൾപ്പെടാത്തത് എന്നാണ് കേട്ടോ. അപ്പം നമ്മൾ പ്രത്യേകിച്ച് ഉൾപ്പെടുന്നതായിരിക്കും പെട്ടെന്ന് പോയിട്ട് കറപ്പിക്കുക. ഉൾപ്പെടാത്തത് എന്നുള്ളതിൽ അവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് വെക്കണേ. അപ്പം എ ആണ്, എ ഓപ്ഷനാണ്. 1ഉം 3ഉമാണ്. കുമിങ്താങ് പാർട്ടിയും അതുപോലെ തന്നെ ഫലാങ് പാർട്ടിയും. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ സൗരയൂഥത്തിൽ ആദ്യത്തെ 2 ഗ്രഹങ്ങളിൽ ഉൾപ്പെടുന്നവ ഏവ എന്നാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ഉൾപ്പെടാത്തവയാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ നമ്മൾ പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ കാണുമ്പം ഉൾപ്പെടാത്തവയാണെന്നൊക്കെ വിചാരിക്കാനും വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ മാക്സിമം ശ്രദ്ധിച്ചിട്ട് വേണം ക്വസ്റ്റ്യൻ വായിച്ച് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പം ഉൾപ്പെടുന്നവയാണ് കേട്ടോ ഇതിൽ ചോദിച്ചിട്ടുള്ളത്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്ഥാനത്തിൽ സൗരയൂഥത്തിൽ ആദ്യത്തെ 2 ഗ്രഹങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1ഉം 4ഉമാണ്, ബുധനും ശുക്രനുമാണ്. ഇനി അടുത്തത്, അഗ്നിപർവ്വതങ്ങളിലൂടെ ബഹിർഗമിക്കുന്ന ശിലാദ്രവത്തിൻ്റെ പ്രഭവ മണ്ഡലമാണ് ഏതാണ്? അസ്തനോസ്ഫിയർ ആണ് അല്ലേ. അസ്തനോസ്ഫിയറിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്? ശിലാദ്രവത്തിൻ്റെ പ്രഭവ മണ്ഡലം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, താഴെ നൽകിയിട്ടുള്ളതിൽ മീസോസ്ഫിയറിൻ്റെ സവിശേഷതകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം 1ഉം 4ഉമാണ് മീസോസ്ഫിയറിൻ്റെ സവിശേഷത. അപ്പം നോക്കാം നമുക്ക്. വൈദ്യുതി ചാർജുള്ള അയോൺ കണികകളുടെ സാന്നിധ്യമുള്ള പാളിയാണിത്. അതുപോലെ തന്നെ ഭൂമിയിൽ നിന്നും അയക്കുന്ന റേഡിയോ തരംഗങ്ങളെ പ്രതിഫലിപ്പിച്ച് ഭൂമിയിലേക്ക് തന്നെ തിരിച്ചയക്കുന്നത് ഈ പാളിയിലാണ്. ഇനി അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ, കാരക്കോറം, സസ്കർ, പീർപഞ്ചൽ എന്നീ പർവ്വതനിരകൾ ഉൾപ്പെടുന്ന ഹിമാലയം ഏതാണെന്നാണ്. അത് കാശ്മീർ ഹിമാലയമാണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ, അറബിക്ക, റോബസ്റ്റ, ലിബറിക്ക എന്നീ 3 ഇനം ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നാണ് ചോദ്യം. അത് കാപ്പിയുമായി ബന്ധപ്പെട്ടതാണ്. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി 11, ചാലിയാർ നദി ഉത്ഭവിക്കുന്നത് എവിടെയെന്നാണ്? ഇളമ്പാരി കുന്നാണ് അല്ലേ. ഇളമ്പലേരി കുന്ന് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇളമ്പാരി മലയിൽ നിന്നാണ്. ഇനി 12, ചന്ദ്രനിലെ ശിവശക്തി പോയിന്റ് ഏത് 2 ഗർത്തങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മാൻസിനസ് സിയും സിംബലിയസ് എന്നുമാണ്. മാൻസിനസ് സിയും സിംബലിയൻസ് എന്നുമാണ് കേട്ടോ. ഇനി അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ, പ്ലാനിംഗ് കമ്മീഷൻ്റെ പുതിയ പേരെന്താണ്? നീതി ആയോഗ് എന്നാണ്. 14, ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥനാണ്. 15, ഗ്രാമവികസനത്തിൻ്റെ ഗ്രാമീണ വായ്പ നൽകുന്ന പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനം നബാർഡാണ്. സാധനങ്ങളുടെ വില തുടർച്ചയായി വർദ്ധിപ്പിക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരെന്താണെന്നാണ്. അത് പണപ്പെരുപ്പമാണ്. സാമ്പത്തിക വളർച്ച അളക്കുന്ന പ്രധാന അളവുകോൽ ഏതാണ്? അത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണ്. അടുത്തത്
GDP അല്ലേ. ഇനി 18 2024-25 യൂണിയൻ ബജറ്റ് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാണ്? നിർമ്മല സീതാരാമൻ. 19 താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുക. അപ്പോൾ B, C ശരിയാണ്, B ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഒന്ന് വായിക്കാം. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന 5 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് 42ാം ഭേദഗതിയിലൂടെയാണ്. മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശം നീക്കം ചെയ്തത് 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവന സാധൂകരിക്കുക. അപ്പോൾ A, B, D തെറ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ലോകസഭ ഒരു സ്ഥിരം സഭയാണ്. അപ്പം ലോകസഭ എന്താണ്? സ്ഥിരം സഭയല്ല അല്ലേ, രാജ്യസഭയാണ് സ്ഥിരം സഭയായിട്ടുള്ളത്. ഇനി B ആണ്, രാജ്യസഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് FPTPs അനുസരിച്ചാണ്. അതും തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഇനി അടുത്തത് രാജ്യസഭയുടെ നടപടികൾ നിയന്ത്രിക്കുന്നത് സ്പീക്കറാണ്. അതും തെറ്റാണ് അല്ലേ. ഇനി അടുത്തത് 21ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന പേരുകളിൽ സ്വതന്ത്ര ലേബർ പാർട്ടി രൂപീകരിച്ചത് ആരെന്ന് കണ്ടെത്തുക. ഡോക്ടർ BR അംബേദ്കർ ആണ്. 22 ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് പഞ്ചായത്തി രാജ് സംവിധാനങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? നിർദ്ദേശക തത്വങ്ങളിലാണ്. ഇനി 23 ചേരുംപടി ചേർക്കുക. അതിൽ D ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പം നമുക്ക് നോക്കാം, ഓരോന്നും നോക്കാം. അതിൽ A2 ആണ് വരുന്നത്. അടിയന്തരാവസ്ഥ ജർമ്മനിയിൽ നിന്നും കടം കൊണ്ടിട്ടുള്ളതാണ്. B ആണെങ്കിൽ 1 സൗത്ത് ആഫ്രിക്ക, ഭരണഘടനാ ഭേദഗതി ആണെങ്കിൽ സൗത്ത് ആഫ്രിക്കയിൽ നിന്നുമാണ്. C ഉപരാഷ്ട്രപതിയുടെ ചുമതലകളാണ്, അത് 4 ആണ് അമേരിക്കയിൽ നിന്നുമാണ്. ഇനി D ആണെങ്കിൽ അവശിഷ്ട അധികാരങ്ങൾ, അതെവിടുന്നാണ്? കാനഡയിൽ നിന്നാണ് അല്ലേ. ഇനി അടുത്തത് 24 കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കമ്മീഷൻ ഏതെന്ന് കണ്ടെത്തുക. സർക്കാരിയ കമ്മീഷനാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ബുദ്ധി സ്ഥിരതയുള്ള പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഈ ആശയം സാങ്കല്പികമാണെന്ന് തോന്നാം, എന്നാൽ ഈ ആദർശത്തിന് മാത്രമേ ആത്മാവിൻ്റെ അടക്കാൻ കഴിയൂ. ഇത് ആരുടെ വാക്കുകൾ? സുഭാഷ് ചന്ദ്രബോസ്. 26 താഴെ കൊടുത്തിരിക്കുന്ന ഗ്രന്ഥങ്ങളുടെ രചയിതാവ് ആരാണെന്ന് കണ്ടെത്തുക. അപ്പം അതിലും ഒരു ചേരുംപടി ചേർക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ നമുക്ക് നോക്കാം. A ആണ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പം A2 ആണ്. ഭയത്തിൽ നിന്നുള്ള മോചനം ആങ്സാൻ സൂക്കിയാണ്. B ആണെങ്കിൽ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്രയാണ്, അത് നെൽസൺ മണ്ടേലയുടേതാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ 2 മാനങ്ങളാണ് അടുത്തതായിട്ടുള്ളത്, ഇടയ ബർലിൻ. ഇനി അടുത്തത് D സ്വാതന്ത്ര്യത്തിലേക്ക്, അതാരാണ്? JS മില്ലാണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ 27 നാരി ശക്തി വന്ദൻ അധിനിയം ബില്ല് ലോക്സഭ പാസ്സാക്കിയത് എന്നാണ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത്. 2023 സെപ്റ്റംബർ 20 കേരളത്തിലെ നാടൻ കളികളുടെ പ്രചാരണത്തിന് കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതി കളിത്തട്ടാണ്, കളിത്തട്ട്. അടുത്ത ക്വസ്റ്റ്യൻ. കറുത്ത പട്ടേരി എന്ന് അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് VT ഭട്ടതിരിപ്പാടാണ്. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടിയിട്ട് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് സ്നേഹസാന്ത്വനം. 31 നോക്കാം. അതും ഒരു ചേരുംപടി ചേർക്കുക എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത് നമുക്ക് നോക്കാം. അത് സമത്വ സമാജം ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്, വൈകുണ്ഠസ്വാമികൾ. അടുത്തത് ആത്മവിദ്യാ സംഘമാണെന്നുണ്ടെങ്കിൽ അത് വാഗ്ഭടാനന്ദനാണ്. അതുപോലെ തന്നെ അരയ സമാജം കുമാരഗുരുദേവനാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയാണെങ്കിൽ അത് പണ്ഡിറ്റ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ഇതിൽ ഓപ്ഷൻ തെറ്റിച്ചിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ C ആണെങ്കിൽ പണ്ഡിറ്റ് KP കറുപ്പനാണ് വരുന്നത്, 4 വരിക. ഇതിൽ ഓപ്ഷൻ കറക്റ്റ് അല്ല കേട്ടോ. ഇനി പ്രത്യക്ഷ രക്ഷാ ദൈവസഭയാണെങ്കിൽ കുമാരഗുരുദേവനാണ്. അപ്പം നമുക്ക് തെറ്റിയതാണെന്ന് വെച്ചിട്ടാണ് നമ്മൾ കുറേ നേരം ഇങ്ങനെ ആലോചിച്ചിട്ട് നിന്നത്. അപ്പോൾ ഈ ഓപ്ഷൻ കറക്റ്റ് അല്ല എന്നാണ് തോന്നുന്നത് കേട്ടോ. ഇനി ജീവകം B12, ജീവകം B9 എന്നിവയുടെ അഭാവം മൂലം മനുഷ്യ ശരീരത്തിൽ എണ്ണത്തിൽ കുറവും എന്നാൽ വളരെ വലുപ്പം കൂടിയതുമായിട്ടുള്ള ചുവന്ന രക്താണുക്കൾ രൂപപ്പെടുന്ന വളർച്ചയുടെ ഒരു അവസ്ഥ ഉണ്ടാകുന്നു. ഈ രോഗാവസ്ഥയുടെ നാമം എന്താണെന്നാണ്? മെഗലോബ്ലാസ്റ്റിക് അനീമിയ എന്നാണ് കേട്ടോ.
അടുത്ത ക്വസ്റ്റ്യൻ, മലേറിയ രോഗകാരിയായിട്ടുള്ള പ്ലാസ്മോഡിയം മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ച ശേഷം ആദ്യം ഡാഷ് കോശങ്ങളിലെത്തി പ്രത്യുൽപാദനം നടത്തുകയും പിന്നീട് ചുവന്ന രക്താണുക്കളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അത് കരളാണ്, കരൾ കോശങ്ങളിലാണ് എത്തുന്നത്. ഇനി അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്ന ഹരിതഭവന പ്രഭാവത്തിന് കാരണമായിട്ടുള്ള വാതകങ്ങളുടെ ശരിയായ ഓപ്ഷൻ ഏതാണ്? CO2, മീഥേന്, CFC, N2O ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, MMA നടപ്പിലാക്കിയ ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന പദ്ധതിയുടെ ലക്ഷ്യം എന്താണെന്നാണ്? ഡോക്ടർമാർക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ആത്മഹത്യാ പ്രതിരോധം നൽകുക. 36 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായിട്ടുള്ള ഇന്ത്യക്കാരൻ ആരാണെന്നാണ്? ഡോക്ടർ എസ് ഫെയ്സി ആണ്. 37 പ്രകാശവർഷം എന്നത് എന്തിൻ്റെ യൂണിറ്റാണ്? ദൂരത്തിൻ്റെ യൂണിറ്റാണ്. 38 1000 ജൂൾ പ്രവൃത്തി 2 സെക്കൻഡ് ചെയ്താൽ അവിടെ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള പവർ എത്രയാണ്? 500 വാട്ടാണ് കേട്ടോ. ഇനി ഈ 2 ക്വസ്റ്റ്യനും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. 39 ജിയുടെ വില ധ്രുവങ്ങളിൽ ഭൂമധ്യരേഖയേക്കാൾ കുറവാണ്. അതിൻ്റെ കാരണം എന്ത്? ഭൂമിയുടെ ആകൃതിയാണ്. ഇനി അടുത്തത്, ISRO ഈയിടെ വിക്ഷേപിച്ച ഇൻസാറ്റ് 3 DS ഏത് തരത്തിലുള്ള ഉപഗ്രഹമാണ്? കാലാവസ്ഥ ഉപഗ്രഹമാണ്. 41 ആറ്റോമിക നമ്പർ 31 ഉള്ള മൂലകം ആവർത്തന പട്ടികയിൽ ഏത് പീരീഡിലും ഗ്രൂപ്പിലുമാണ് ഉൾപ്പെടുന്നത്? പീരീഡ് 4ലും ഗ്രൂപ്പ് 13ലുമാണ് ഉൾപ്പെടുന്നത്. 42 കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തിൻ്റെ ക്രിട്ടിക്കൽ താപനില 30.98 ഡിഗ്രി സെൽഷ്യസ് ആണ്. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? CO2 വാതകത്തെ മർദ്ദം കൂട്ടിക്കൊടുത്ത് ദ്രാവകമാക്കി മാറ്റാൻ സാധിക്കുന്ന ഏറ്റവും ഉയർന്ന ഊഷ്മാവ് 30.98 ഡിഗ്രി സെൽഷ്യസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, KMg പൊട്ടാസ്യം, ഓക്കെ, പിന്നെ മഗ്നീഷ്യം, അലുമിനിയം, സിലിക്കൺ എന്നീ മൂലകങ്ങളുടെ ലോഹ സ്വഭാവത്തിൻ്റെ ശരിയായ ക്രമം ഏതാണ്? ക്രമാവർത്തന നമുക്ക് ആ ഒരു ഇത് നോക്കിയാൽ ക്രിയാശീലത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പട്ടിക നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അത് വെച്ചിട്ട് നമുക്ക് കോഡൊക്കെ വെച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ. അപ്പോൾ നിങ്ങൾ ക്ലാസ് കേൾക്കാത്തവരാണെങ്കിൽ അതൊന്ന് കേട്ട് നോക്കുക. അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം പൊട്ടാസ്യമാണ് വരെ, പിന്നെ മഗ്നീഷ്യം, പിന്നെ അലുമിനിയം, SI. ചോദ്യം കൊടുത്തിട്ടുള്ളത് പോലെ തന്നെയാണ്. ഇനി അടുത്തത് നോക്കാം. 44 ഇലക്ട്രിക് വാഹനങ്ങളിൽ ബാറ്ററി പ്രവർത്തനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന ലോഹം ഏതാണ്? ലിഥിയമാണ്. കൂടുതൽ വേഗത്തിൽ, ഉയരത്തിൽ, കരുത്തോടെ, ഒന്നിച്ച് എന്ന മുദ്രാവാക്യം ഏത് കായികമേളയുടേതാണ്? ഒളിമ്പിക്സിൻ്റേതാണ്. 2024 ഓസ്കാർ അവാർഡ് നേടിയ മികച്ച ചിത്രം ഏതാണ്? ഓപ്പൺഹൈമർ ആണ്. അപ്പം അവിടെ ശ്രീനാരായണ ഗുരുവിൻ്റെ വരികൾ കൊടുത്തിട്ടുണ്ട്. അത് ഏതിൽ നിന്നുള്ള എടുത്തിട്ടുള്ള ഏത് കൃതിയിലേതാണെന്നാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അത് ആത്മോപദേശ ശതകത്തിൽ നിന്നുള്ളതാണ്. 48 CN ശ്രീകണ്ഠൻ നായരുടെ രാമായണ നാടകങ്ങൾ ഏതെല്ലാം? 1ഉം 4ഉമാണ്. സാകേതവും ലങ്കാലക്ഷ്മിയുമാണ്. കണ്യാർ കളി എന്ന കലാരൂപത്തിന് യോജിക്കുന്ന പ്രസ്താവന ഏതെല്ലാം എന്നാണ്? 1ഉം 2ഉം 3ഉം ശരിയാണ് കേട്ടോ. പാലക്കാട് ജില്ലയിൽ മാത്രം പ്രചാരത്തിലുള്ളതാണ്. മലം, മക്കളി, ദേശക്കളി എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. ചിലപ്പതികാരത്തിൻ്റെ കണ്ണകി ദേവിയെ പ്രീതിപ്പെടുത്തുവാനുള്ള കളിയാണിത്. 50ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭാഷകളിലെ മികച്ച സാഹിത്യ സൃഷ്ടിക്ക് നൽകി വരുന്ന സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചത് ആരെല്ലാമാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്? 2ഉം 3ഉമാണ്. ശരൺ കുമാർ ലിംബാളയും അതുപോലെ തന്നെ പ്രഭാവർമ്മയുമാണ്. ഇനി അടുത്തത് നമുക്ക് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നിങ്ങൾ അതൊന്ന് ചെയ്തിട്ട് നോക്കുക കേട്ടോ. ഇതൊക്കെ അധികം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്, നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. ഇനി അടുത്തത് ഇംഗ്ലീഷാണ്. ദേ ഡിഡ് നോട്ട് കം ഡാഷ് ദ മീറ്റിംഗ് വാസ് ഹാഫ് അവർ. അപ്പോൾ അണ്ടിലാണ് അവിടെ വരുന്നത് ആൻസർ ആയിട്ട്. ഇനി അടുത്തത്, ഹീ സ്റ്റിൽ ഡാഷ് ഇൻ ടച്ച് വിത്ത് മോസ്റ്റ് ഓഫ് ഹിസ് ഓൾഡ് സ്കൂൾ മേറ്റ്സ്. അപ്പോൾ കീപ്സ് ആണ് അവിടെ വരുന്നത് ആൻസർ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വി ഡാഷ് ഓഫ് കോഫി സോ വി അഡ്ജസ്റ്റഡ് വിത്ത് ടീ. റൺ ഔട്ടാണ് വരുന്നത്. അടുത്തത് 64 ഡാഷ് യു മൈൻഡ് വെയിറ്റഡ് ഹിയർ ടിൽ ഐ റിട്ടേൺ. അവിടെ വുഡാണ് കേട്ടോ. വുഡ് യു മൈൻഡ് ഒരു പ്രയോഗമാണല്ലോ അല്ലേ. വുഡ് യു മൈൻഡ് ആണ്, വുഡാണ് വരുന്നത്. ഹി ഈസ് ഡാഷ് യൂറോപ്യൻ ടൂറിസ്റ്റ്. യൂറോപ്യൻ എന്നാണ് വരുന്നത്. ഇനി അടുത്തത്, എസ്റ്റർഡേ ഷാരോൺ ഡാഷ് ടു ദ സ്റ്റേഷൻ ടു മീറ്റ് അനു. വെൻഡാണ് അവിടുത്തെ ആൻസർ. ബൈ മൈ ബർത്ത്ഡേ ഈസ് ഡാഷ് October 28. ഓണാണ് അവിടെ വരുന്നത് അല്ലേ. പ്രപ്പോസിഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ മീനിങ് ഓഫ് ദ വേർഡ് ഗറൂലസ്.
ഏതാണ്? ടോക്കറ്റീവ് ആണ് കേട്ടോ, ടോക്കറ്റീവ് ആണ്. നെയ്തർ ഓഫ് അസ് ഡാഷ് സ്വീറ്റ്സ് ലൈക്സ് ആണ് അവിടെ ആൻസർ വരുന്നത്. കോൾട്ട് ഈസ് ദ യങ്ങർ വൺ ഓഫ് ഹോഴ്സിൻ്റെ യങ്ങർ വൺ ആണ് കോൾട്ട് കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വിപരീത പദം എഴുതുക. വിയോഗം സംയോഗമാണ്. ചുവടെ കൊടുത്തിരിക്കുന്ന വിഹകം എന്നർത്ഥം വരുന്ന പദം ഏത്? പക്ഷിയാണ്. ചേർത്ത് എഴുതുക. ദു പ്ലസ് ജനമാണ്, ദുർജനമാണ്. ശരിയായിട്ടുള്ള ജോഡി ഏത്? മഞ്ഞ്, നിഹാരം, തുഷാരം. ഇനി അടുത്തത് എതിർലിംഗം എഴുതുക. ഭൃത്യൻ. ദിഗ്വിജയം എന്ന പദത്തിന് യോജിക്കുന്നത് എഴുതുക. ദിക്കുകളെ ജയിക്കലാണ്. പിരിച്ചെഴുതുക. അവൻ. ആ പ്ലസ് അന്നാണ് അവൻ. ഇനി ശരിയായിട്ടുള്ള പദം എഴുതുക. ആഖ്യാനം എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. കാലദേശങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കണം എന്ന സൂചന നൽകുന്ന പഴഞ്ചൊല്ല് ഏത്? നാടോടുമ്പോൾ നടുവേ ഓടണം. എവരി പോട്ടർ പ്രൈസസ് ഇൻ ഹിസ് ഔൺ പോട്ട്. ശരിയായിട്ടുള്ള പരിഭാഷ ഏത്? കാക്കക്കു തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. അപ്പം ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, അധികവും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇനി ഏത് സാഹചര്യത്തിലാണ് നിർദ്ദിഷ്ട പ്രായത്തിലുള്ള താഴെയുള്ള വ്യക്തികൾക്ക് അവരുടെ പ്രവൃത്തിക്ക് ക്രിമിനൽ ഉത്തരവാദിത്തം ഇല്ലാത്തത്? ശൈശവമാണ്. താഴെ കൊടുത്തിരിക്കുന്ന മാരകമായ മുറിവിൻ്റെ ഉദാഹരണമല്ലാത്തത്? 15 ദിവസം കഠിനമായ ശാരീരിക വേദന അനുഭവിക്കേണ്ടി വരുന്ന മുറിവ്. താഴെ പറയുന്ന വകുപ്പുകളിൽ 2013 ക്രിമിനൽ ഭേദഗതി നിയമപ്രകാരം പുതുതായിട്ട് കൊണ്ടുവന്ന കുറ്റകൃത്യങ്ങൾ ഏത്? 1ഉം 2ഉമാണ് കേട്ടോ. അതിൻ്റെ ആൻസർ ആയിട്ടുള്ളത് IPC സെക്ഷൻ 370A IPC സെക്ഷൻ 376D അടുത്തത് Z പണമുള്ള തൻ്റെ പേഴ്സ് താഴെ ഇടുന്നത് A കാണുന്നു. A പേഴ്സ് എടുക്കുന്നത് Z പുനഃസ്ഥാപിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ്. എന്നാൽ പിന്നീട് അത് സ്വന്തം ഉപയോഗത്തിന് വിനിയോഗിക്കുന്നു. താഴെ പറയുന്ന എന്തു കുറ്റകൃത്യമാണ് A ചെയ്തിട്ടുള്ളത്? സ്വത്തിൻ്റെ സത്യസന്ധമല്ലാത്ത ദുരുപയോഗമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. നോൺ കോഗ്നൈസബിൾ ആയിട്ടുള്ള ഒരു കുറ്റകൃത്യത്തിന് താഴെ പറയുന്നതിൽ ഏതാണ് ബാധകം? മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവില്ലാതെ കുറ്റം അന്വേഷിക്കുകയോ വാറണ്ടില്ലാതെ പ്രതിയെ അറസ്റ്റ് ചെയ്യാനോ പാടുള്ളതല്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 1973 ക്രിമിനൽ നടപടിക്രമം സെഷൻ 164 പ്രകാരം ഒരു കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്താവുന്നത് എപ്പോൾ? അന്വേഷണത്തിനിടയിലോ അതിനുശേഷമോ, എന്നാൽ ഇൻക്വയറിയോ വിചാരണയോ ആരംഭിക്കുന്നതിന് മുമ്പ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇതിൽ മേൽപ്പറഞ്ഞ നിർദ്ദേശവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരി ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം 1ഉം 3ഉം അതുപോലെ ശരിയാണ്, അതുപോലെ 2 തെറ്റുമാണ് കേട്ടോ. FIR ഫയൽ ചെയ്യാനുള്ള കാലതാമസം പ്രോസിക്യൂഷൻ കേസ് പൂർണ്ണമായിട്ടും തള്ളിക്കളയാവുന്ന ഒരു സാഹചര്യമല്ല. അതുപോലെ തന്നെ മൂന്നാമത്തതും കറക്റ്റാണ്. FIR ഫയൽ ചെയ്യാനുള്ള അസാധാരണമായിട്ടുള്ള കാലതാമസം FIR തിരുത്തലുകൾ വരുത്തുവാൻ മതിയായ സമയം ലഭിച്ചുവെന്ന് സംശയിക്കുന്നതിനുള്ള നിയമപരമായ അടിസ്ഥാനം നൽകുന്ന ഒരു സാഹചര്യമാണ്. ഇതിൽ തെറ്റായിട്ടുള്ളത് FIR ഫയൽ ചെയ്യാനുള്ള കാലതാമസം പ്രോസിക്യൂഷൻ കേസ് പൂർണ്ണമായും തള്ളിക്കളയാവുന്ന ഒരു സാഹചര്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. 1872 ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ സെഷൻ 27 പ്രയോഗത്തിന് താഴെ പറയുന്ന വ്യവസ്ഥകളിൽ ഏതാണ് അത്യന്താപേക്ഷിതം? 1ഉം 4ഉമാണ്. വിവരം നൽകുന്ന വ്യക്തി പോലീസ് കസ്റ്റഡിയിലായിരിക്കണം. വിവരം നൽകിയ വ്യക്തിയുടെ മേൽ ഏതെങ്കിലും കുറ്റം ചുമത്തിയിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. കോടതി വ്യവഹാരങ്ങളിൽ വിദഗ്ധ സാക്ഷ്യം സ്വീകരിക്കുന്നതിൻ്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? സാങ്കേതിക കാര്യങ്ങൾ പക്ഷപാതരഹിതവും വൈദഗ്ധ്യവുമുള്ള അഭിപ്രായങ്ങൾ ജഡ്ജിക്ക് നൽകുന്നതിന്. 2011 കേരള പോലീസ് ആക്ട് സെഷൻ 29 പ്രതിപാദിക്കുന്ന വിഷയം ഏതാണെന്നാണ്? പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം. താഴെ പറയുന്നതിൽ പോലീസ് സ്റ്റേഷനിൽ പൊതുജനങ്ങളുടെ അവകാശങ്ങളിൽ പെടാത്തത് ഏത്? പൊതുജനങ്ങളിൽപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള വ്യക്തികൾക്ക് പോലീസ് സ്റ്റേഷനിൽ മുൻഗണന നൽകുക. 2011 കേരള പോലീസ് ആക്ടിൽ കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതിയിൽ അംഗങ്ങളാക്കുന്നതിൽ നിന്നും വിലക്കിയിട്ടുള്ള വിഭാഗം ഏത് എന്നാണ്? അഴിമതി, സന്മാർഗിക അധപ്പതനം, പെരുമാറ്റ ദൂഷ്യം എന്നീ കാരണങ്ങളാൽ ഉദ്യോഗത്തിൽ നിന്നും നീക്കം ചെയ്തവരെ. 1985 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ് മുൻ ശിക്ഷയ്ക്കു ശേഷമുള്ള കുറ്റകൃത്യങ്ങൾക്ക് വധശിക്ഷ നൽകുന്നത്? സെഷൻ 31A ആണ്. 1985 നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരം ശിക്ഷാർഹമായിട്ടുള്ള എല്ലാ കുറ്റങ്ങളും കോഗ്നൈസബിളും ജാമ്യം ലഭിക്കാത്തവയുമാണ്. 2012 ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നുമുള്ള
കുട്ടികളുടെ സംരക്ഷണ നിയമം അനുസരിച്ച് ഒരു കുട്ടിയുടെ മേൽ ലൈംഗിക ആക്രമണം നടത്തിയാൽ താഴെ പറയുന്നവയിൽ ഏത് ശിക്ഷയാണ് നിർദ്ദേശിക്കപ്പെടുന്നത്? പിഴയോട് കൂടി 5 വർഷം വരെ തടവ്. 2012 ലൈംഗികാതിക്രമങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം അനുസരിച്ച് താഴെ പറയുന്നവയിൽ ഗൗരവതരമായ ലൈംഗിക ആക്രമണം അല്ലാത്തത് ഏത്? 16 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിക്ക് നേരെയുള്ള കടന്നുകയറ്റത്തിലൂടെയുള്ള ലൈംഗിക അതിക്രമം. 2000 വിവര സാങ്കേതിക നിയമപ്രകാരം ഡാറ്റ പരിരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ താഴെ പറയുന്ന ആരാണ് നഷ്ടപരിഹാരം നൽകാൻ ബാധ്യസ്ഥരായിട്ടുള്ളത്? സെൻസിറ്റീവ് സ്വഭാവമുള്ള വ്യക്തിഗത ഡാറ്റയോ വിവരങ്ങളോ കൈവശം വയ്ക്കുന്നതോ കൈകാര്യം ചെയ്യുന്നതോ ആയ ഏതൊരു കമ്പനിയും. 2000 വിവര സാങ്കേതിക നിയമപ്രകാരം അശ്ലീലമായ വിഷയം ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നതോ കൈമാറ്റം ചെയ്യുന്നതോ ആയ കുറ്റം താഴെ പറയുന്നവയിൽ ഏത്? വിഷയം വായിക്കുന്നവരുടെയും കാണുന്നവരുടെയും കേൾക്കുന്നവരുടെയും കാമാത്മകമായിട്ടുള്ള താല്പര്യത്തെ ഉണർത്തുന്ന വിഷയം. 2005 വിവരാവകാശ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏതെല്ലാം വിവരങ്ങളാണ് വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടില്ലാത്തത്? ഒരു വ്യക്തിയുടെ ജീവിതത്തെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ. വിവരാവകാശ നിയമം അനുസരിച്ച് മൂന്നാം കക്ഷിയിൽ നൽകപ്പെട്ടിട്ടുള്ളതും മൂന്നാം കക്ഷി രഹസ്യമായി കരുതുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെ സംബന്ധിച്ച് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച അപേക്ഷയിന്മേൽ ഡാഷ് ദിവസത്തിനകം മൂന്നാം കക്ഷിക്ക് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നോട്ടീസ് നൽകേണ്ടതാണ്. 5 ദിവസത്തിനകമാണ്. അപ്പം ഇത്രയുമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യനും ആൻസേഴ്സും നമ്മൾ നോക്കിയിട്ടുണ്ട്. അടുത്ത വരും ദിവസങ്ങളിൽ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ മാത്രമായിരിക്കും നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുപോലെ തന്നെ LGSനും അതുപോലെ LDCക്കും ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളായിരിക്കും കൂടുതലായിട്ടും ഉണ്ടാവുക. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്തും കൊടുക്കണേ. താങ്ക് യു ഓൾ.